നമസ്കാരം. സമൂഹത്തിലെ തിന്മകൾക്കെതിരെയും അനീതിക്കെതിരെയും ഒക്കെ പോരാടാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമൊക്കെ ഇന്ത്യയിലെ ഓരോ പൗരനും അനുവദിച്ച് കിട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭരണഘടന അത് കൃത്യമായി വിശകലനം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഏതൊരു പൗരനും പ്രതിഷേധിക്കാം, അതിനെതിരെ സമരം ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ അത് അതിര് കടക്കുമ്പോൾ അതിൻ്റെ മാർഗം ലംഘിക്കുമ്പോഴാണ് കുഴപ്പത്തിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രതിനിധി നിയമം കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ ശിക്ഷയും വകുപ്പുമൊക്കെ വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും ഉചിതം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഇക്കാര്യം പരാമർശിക്കാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂർ MLA ആയ PV അൻവർ നിലമ്പൂർ DFO ഓഫീസിൽ അതിക്രമിച്ച് കയറുകയും അദ്ദേഹത്തിൻ്റെ അണികളോടൊപ്പം, അദ്ദേഹത്തിൻ്റെ സംഘത്തോടൊപ്പം, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരോടൊപ്പം DFO ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുകയും അതിലെ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും അഭിലഷണീയമായി പറയാവുന്ന ഒരു കാര്യവുമല്ല. കാരണം അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട മര്യാദകൾ, പക്വതയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോടൊപ്പം ഒരു സർക്കാർ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതു ഓഫീസിലേക്ക് കടന്നു കയറുകയും അതിലെ സാധന സാമഗ്രികൾ, അതിൻ്റെ വസ്തുവകകളൊക്കെ നശിപ്പിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും പൊതുജനത്തോട് കാണിക്കുന്ന ഒരു അനീതിയാണ്, നിയമലംഘനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം അതിൻ്റെ പിന്നിലുണ്ടായ ഒരു സാഹചര്യങ്ങളെ മറന്നുകൊണ്ടല്ല പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും നിലമ്പൂർ ഭാഗത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരു യുവാവിന് ദാരുണ സംഭവമുണ്ടായി. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൻ്റെ ഭാഗത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹം പ്രതിഷേധിക്കണം, അതിനെതിരെ പ്രതികരിക്കണം. പക്ഷേ അദ്ദേഹം ചെയ്ത ഈ പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച പ്രതിഷേധം അത് മറ്റൊരു രീതിയിലായിപ്പോയി എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ പരാമർശിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ജനപ്രതിനിധികൾ, PV അൻവർ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. കാരണം അവസാനം ഉണ്ടായ ഒരു സംഭവം എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നു എന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ പോലുള്ള ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ കാണിക്കേണ്ട പക്വത, അതിൻ്റെ ഒരു മാന്യത, അത് ലംഘിച്ചു എന്നുള്ളതാണ് വലിയ തെറ്റായി നമുക്ക് പറയാനുള്ളത്. കാരണം പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ തോതിൽ കുറ്റകരമായി ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ രാത്രി 9:30-10 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വന്നുവെങ്കിലും ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഒരു ജനപ്രതിനിധിയെ ചെയ്യുന്ന രീതി തെറ്റാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പോലും ആരോപിച്ചപ്പോൾ അതത്ര ശരിയായ ഒരു സമീപനമാണ് എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ജനങ്ങൾക്ക് മോഡലാവേണ്ട ഒരാൾ, അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ന്യായീകരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തീർച്ചയായും അദ്ദേഹം തെറ്റ് ചെയ്ത രീതി തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ആ ജനപ്രതിനിധി അതാരായിക്കൊള്ളട്ടെ, ഒരു MP ആയിക്കൊള്ളട്ടെ, പാർലമെൻറ്റ് മെമ്പർ ആയിക്കൊള്ളട്ടെ, പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ഒരു റോൾ മോഡലായി കൊണ്ടുവരാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ PV അൻവറിന് കൃത്യമായ രീതിയിൽ ഒരു ശിക്ഷ നടപ്പാക്കുകയും അതൊരു മോഡലായി മലയാളികളുടെ മുന്നിൽ നിൽക്കുകയും തന്നെ വേണം.